ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ്. വെക്കേഷൻ ടൈമിലുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഊട്ടിയിലേക്കാണ് കേട്ടോ യാത്ര പോണത്. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4:30 മണിക്കാണ് നമ്മൾ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പോണത്. നല്ല അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. കാരണം നമ്മുടെ വൈബിന് പറ്റിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ഒരു മിസ്റ്റേക്ക് മനസ്സിലായത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ മുമ്പ് ഊട്ടിയിലേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് പോണതിൽ ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഭയങ്കര മിസ്സിങ് ആയിട്ടുണ്ടാവും. ഊട്ടിയിൽ ഭയങ്കര തണുപ്പായിരിക്കും എന്നാണ് വിചാരിച്ചത്. നമ്മളെ നാട്ടിലും നല്ല തണുപ്പാണല്ലോ. അപ്പോൾ ആ ഒരു തണുപ്പ് അവിടെയും പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ പറയുന്ന പോലെയുള്ള തണുപ്പൊന്നുമില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ചെറിയ മോളെയും കൊണ്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ എന്നെക്കാളേറെ പേടി ബാക്കിയുള്ളവർക്കായിരുന്നു കേട്ടോ. കുക്കും മിലയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഊട്ടി വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കായിരുന്നു എന്നെക്കാൾ കൂടുതൽ ആഗ്രഹം. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചാണ് നമ്മൾ ഈ ചെറിയ കുട്ടീനെയും കൊണ്ടൊക്കെ ഊട്ടിയിലെത്തിയിട്ടുള്ളത്. പക്ഷേ ആൾക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആൾ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ എത്തിപ്പെട്ടത് ബോട്ട് ഹൗസിലാണ്. അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയപ്പോഴാണ് ആദ്യം ബില്ല് പേ ചെയ്യണം, അതിനുശേഷമാണ് നമ്മൾ ബില്ല് കൊണ്ട് വന്നിട്ടാണ് ഈ ഒരു ഐസ്ക്രീമിനുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കണ ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വേറെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഐസ്ക്രീമിന് വേണ്ടി ക്യൂ നിന്നപ്പോൾ കുക്കുവിന് അത് പോരാ, സ്പ്രിംഗ് പൊട്ടാറ്റോ വേണമെന്ന് പറഞ്ഞിട്ട് ആൾ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കാനായിട്ട് പോയിട്ടുണ്ട്. അവസാനം സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യണം. കാണുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ കുക്കുവിന് ഇതിൽ കയറാനായിട്ട് നല്ല ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ ഭയങ്കര തിരക്കായ കാരണം ടൈം പോകാമെന്നല്ലാതെ അതിൽ കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ കുറച്ച് നേരം കറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗാർഡനിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളാണ് കിട്ടിയത്. പിന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. പക്ഷേ പിടുത്തം വിട്ട വില ആയത് കാരണം ആരും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ബാഗുകളൊക്കെ ഒന്ന് കണ്ടു. നല്ല ഭംഗിയുള്ള ബാഗുകളുണ്ടായിരുന്നു. സ്ലിംഗ് ബാഗ് ആണെങ്കിലും ഹാൻഡ് ബാഗ് ആണെങ്കിലും. ഈ കുതിരയിലൊന്ന് റൈഡ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത്. പക്ഷേ അതിനും ഭയങ്കര തിരക്കായ കാരണം നമുക്ക് ടൈമില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. പിന്നെ നേരെ പോയത് കർണാട്ടിക് ഗാർഡനിലാണ്. അവിടെ പിന്നെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഊട്ടിയിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സെക്ഷനാണിത്. എനിക്ക് ഫോട്ടോസൊക്കെ കൂടുതൽ ഇഷ്ടമായതുകൊണ്ടായിരിക്കണം അത്. അവിടെ നിന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫോട്ടോ നമുക്ക് തരുമല്ലോ, ആ ഒരു സെക്ഷനാണിത്. അപ്പോൾ അവിടെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കളർഫുള്ളായിരിക്കും. പക്ഷേ ഇതൊരു പേപ്പറായ കാരണം കുറച്ച് കാലമൊക്കെ ഇതുപോലെ ഇരിക്കും. ലാമിനേറ്റ് ചെയ്താൽ നമുക്ക് അതിലും കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. കർണാട്ടിക് ഗാർഡനിൽ നിന്ന് പിന്നെ നേരെ തിരിച്ച് പോരുകയാണ് നമ്മൾ. പോരുന്ന വഴിയിൽ അടുത്ത ഇറങ്ങിയ കാഴ്ചയാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. നല്ല മഞ്ഞുള്ള സ്ഥലമായിരുന്നു. മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവണില്ല, പക്ഷേ നല്ല മഞ്ഞ് വീഴ്ച, മഴ പെയ്യണ പോലെയുള്ള മഞ്ഞ് വീഴ്ചയാണ്. അത് നല്ലപോലെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് നല്ല റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ പോയിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ചായപ്പൊടി, അതുപോലെ ചോക്ലേറ്റ്സ്, ഊട്ടി ബർക്കി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടല്ലോ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഊട്ടി ബർക്കിയാണ്, പിന്നെ ചോക്ലേറ്റ്സ് ആണ്. അതുകൊണ്ട് ഞാനതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടിയിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.